നമ്മൾ ചുറ്റുപാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മനുഷ്യരോടും നമ്മൾ പറയാണ്, നീ നന്നാവ്, നീ നിന്റെ ദേഷ്യം ഒന്ന് കുറയ്ക്ക്, എടാ നീ ഒന്ന് കുടിക്കാതിരിക്ക്, എടാ നിനക്കൊന്ന് വലിക്കാതിരുന്നൂടെ, നിനക്കൊന്ന് പള്ളി വന്നൂടെ, നിനക്ക് സമയത്തൊന്ന് വീട്ടിൽ കയറി വന്നൂടെ. ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം, ഇത് നമ്മൾ പറയുന്നതിന് മുമ്പേ ഈ പാവപ്പെട്ട മനുഷ്യൻ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അയാൾക്ക് പറ്റാഞ്ഞിട്ടാണ്. ഒരു ജഡത്തിന് അത്രയും പവറൊക്കെ ഉള്ളൂ. ഒരു മനുഷ്യന് മാറ്റം വരണമെങ്കിൽ കൃപ വരണം. കൃപ. എഫേഷ്യൻസ് 2:8. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല. വിശ്വാസം വഴി കൃപയാലാണ്. കണ്ടോ, ആ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാവുന്നു ഇപ്പം? കൃപ എങ്ങനെ വരുന്നേ? വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. നമ്മൾ ആഗ്രഹിക്കണം, കർത്താവേ നിന്റെ ഇഷ്ടമനുസരിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും എന്നെ നീ ഉത്തേജിപ്പിക്കണമേ, എന്നെ ആ വഴിക്ക് നീ നടത്തണമേ, എനിക്ക് അതിനുള്ള കൃപ നീ തരണമേ.